ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചേഴ്സ് വിത്ത് അമാൽഡി. എൻ്റെ നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും എൻ്റെ ഓഫീസിലെ കുറച്ച് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്താത്ത ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്ത് കൊണ്ടു തന്നെന്ന്. അപ്പം കുറേ സാധനങ്ങൾ കൊണ്ടു തന്നു, പക്ഷേ എനിക്ക് എല്ലാം ഇവിടെ കാണിക്കാൻ പറ്റൂല, കാരണം ചോക്ലേറ്റൊക്കെ ഓൾറെഡി തീർന്നിരുന്നു. അപ്പം എനിക്ക് അതിനകത്തുനിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒരു യൂസ്ഫുള്ളും ആയിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും യൂസ്ഫുള്ളായിട്ട് തോന്നിയതും ഈ ഒരു സംഭവമാണ്. അതായത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായി കാണത്തില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലായി കാണും. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന കുടുക്ക എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കുഞ്ഞിൽ തൊട്ട് നമ്മൾ കോയിൻസൊക്കെ കിട്ടുമ്പോഴത്തേന് ഇതുപോലുള്ള കുടുക്കകത്ത് നമ്മൾ സേവ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇങ്ങനത്തെ കുടുക്കയല്ലായിരുന്നു. അന്നൊക്കെ നമ്മൾ ഈ നമ്മുടെ ഒരു 10 രൂപയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഉമ്മച്ചി വാങ്ങിച്ചു തരുന്ന ആ ഒരു 5 രൂപ കുടുക്ക എന്നൊക്കെ പറയും, അതൊക്കെയായിരുന്നു നമുക്ക് വാങ്ങിച്ചു തരാറുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ 4 ഗേൾസാണ്. അപ്പം നമ്മൾ 4 പേരും കൂടെ ആ ഒറ്റ കുടുക്കകത്ത് നമ്മൾ അന്നുണ്ടായിരുന്നത് 5 റുപ്പീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. അപ്പം നമുക്ക് ആർക്ക് 5 രൂപ കിട്ടിയാലും നമ്മൾ അതിനകത്ത് സേവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും സേവ് ആക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കൈ കിട്ടുന്ന പോലെ നമ്മൾ കോയിൻസ് അതിനകത്ത് ആഡാക്കും. അപ്പം നമ്മൾ അത് ഫില്ലായി കഴിയുമ്പോഴത്തേന് നമുക്ക് സത്യം പറഞ്ഞാൽ ആ കുടുക്ക കാണാൻ കിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് കുറേ നാൾക്ക് ശേഷം അതൊരു പൊട്ടിയ കുടുക്കയായിട്ടാണ് കിട്ടുന്നത് ഗൈസ്. കാരണം നമ്മുടെ ഉമ്മച്ചി ആവശ്യം വരുമ്പോൾ ആ കുടുക്ക എന്തായാലും പൊട്ടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉമ്മച്ചി കുടുക്ക വാങ്ങിച്ചു തരാറായി. പണ്ടെന്ന് പറയുമ്പോൾ 4 ആൾക്ക് കൂടെ ഒരു കുടുക്കയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആൾക്ക് 4 കുടുക്കയായിരുന്നു ഉമ്മച്ചി വാങ്ങിച്ചു തരുന്നത്. അപ്പം ഇത്താത്ത ആ പതിവ് എന്തായാലും തെറ്റിച്ചിട്ടില്ല. ഇത്താത്ത ഗൾഫിൽ നിന്ന് വന്നപ്പോഴും നമുക്ക് കൊണ്ടുതന്ന് ഇതുപോലുള്ള കുടുക്കയാണ് കൊണ്ടുതന്നത്. എനിക്കും എൻ്റെ സിസ്റ്റേഴ്സിനും ഇത്താത്ത ഇതുപോലുള്ള കുടുക്ക തന്നു. ഇതാണ് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയ കുടുക്ക. ഇത് തന്നെ എനിക്ക് കിട്ടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് യൂസ് ചെയ്തതിന് പ്ലാസ്റ്റിക് മെറ്റീരിയലായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള മെറ്റീരിയലാണിത്. ഇതിനകത്തൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫില്ലായി കഴിയുമ്പോൾ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വല്ലതും നമ്മൾ കിഴിച്ച് വല്ലതും എടുക്കേണ്ട ആ ഒരു അവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് നോട്ട്സ് ഒന്നും ഇടാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നോട്ട്സൊക്കെ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തെടുക്കാം, ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന 10ൻ്റെ കോയിൻസ് ഇടാം എന്നാണ്. അപ്പം 10ൻ്റെ കോയിൻസ് നമുക്ക് ഇടാം. ആദ്യമായിട്ട് നമുക്ക് തന്നെ ഇതിനകത്ത് 10ൻ്റെ കോയിൻസ് ഇടാം. അതിന് മുമ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണോ പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടോയെന്ന് ഇല്ലയോ എന്നും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ അപ്പം നമുക്ക് ഇതിനകത്ത് 10ൻ്റെ കോയിൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ നിങ്ങളെ കുലുക്കി കാണിച്ചേക്കുവാണ്. ഇതിനകത്തൊന്നുമില്ല, നമ്മൾ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇതേണ്ട് ഞാനൊരു 10ൻ്റെ 3 കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇടാം. ഇത് ഉള്ള കോയിൻസ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഇടുന്നത്. ഇനിയും 10ൻ്റെ കോയിൻസ് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഇടാം. ഞാനിത് പൊട്ടിക്കുന്ന സമയവും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇടുന്നു, സെക്കൻഡ് വൺ ഇട്ടു, തേർഡ് വൺ ഇട്ടു. അൽഹംദുലില്ലാ, നമുക്ക് എത്രയും വേഗം ഈ കുടുക്ക നിറയട്ടെ. നിങ്ങൾ നിറയുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിതുപോലെ കുട്ടി സേവിങ്സ് ഉണ്ടെങ്കിൽ, ഇതുപോലെ കുടുക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിന് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു, ബൈ.